എല്ലാവർക്കും ടെക് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യത്തെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറാണ്. ഉബുണ്ടു 14.4 ഉള്ളൊരു സ്ക്രീൻ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറാണ്. ആ സോഫ്റ്റ്വെയർ എടുക്കണമെങ്കിൽ നമ്മൾ സൗണ്ട് ആൻഡ് വീഡിയോയിൽ സിമ്പിൾ സ്ക്രീൻ റെക്കോർഡറിനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്കിങ്ങനെ ഒരു സ്ക്രീൻ വരും. നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഇതുപോലൊക്കെ ചോദിക്കുക നമുക്ക് സ്ക്രീൻ ഫുള്ളും റെക്കോർഡ് ചെയ്യണോ, ഞങ്ങളൊരു ഫിക്സഡ് റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യാം. എനിക്ക് ഇത്ര ഭാഗം റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത്ര ഭാഗം റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യാം. ഇപ്പം എനിക്ക് ഇവിടുത്തെ വേണ്ടോ, അപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് റെക്കോർഡ് ചെയ്യാം. ഇതിൽ നമുക്ക് ഉള്ളൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കേഴ്സറിനെ റെക്കോർഡ് ചെയ്യണോ അതോ കേഴ്സറിനെ റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റും. ഞാനെപ്പോൾ നോക്കിയാലും കേഴ്സറിനെ റെക്കോർഡ് ചെയ്യും, അതാണ് ചെയ്യാറുള്ളത്. ഞാനിത് ഓഫ് ചെയ്തിടാറില്ല. പിന്നെ അതുപോലെ തന്നെ റെക്കോർഡ് ഓഡിയോ ഉണ്ട്. അപ്പോൾ നമുക്കതിൽ രണ്ട് ടൈപ്പുകളുണ്ട്. നമ്മുടെ ബിൽഡിൻ ഓഡിയോ എന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത്തെ അറ്റാച്ച് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഹെഡ്ഫോൺ അങ്ങനത്തെയൊക്കെ കിട്ടണമെങ്കിൽ ബിൽഡിൻ ഓഡിയോ അലോങ് സ്റ്റീരിയോ വയ്ക്കണം. നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിൽക്കുമ്പോൾ വേറെ വരും പ്രൊഫൈലിന് വേണ്ടിയിട്ട്. ആ പ്രൊഫൈൽ ഹൈ ക്വാളിറ്റി ഉണ്ടെന്ന് ലൈവ് സ്ട്രീം, അത് ഞാനിപ്പോൾ എടുത്ത് യൂട്യൂബാണ്, എനിക്ക് വേണ്ട യൂട്യൂബ് വീഡിയോസ് എന്നുണ്ടോ അത് നമുക്ക് എടുക്കണം. അതുപോലെ തന്നെ ബ്രൗസിന് വേണ്ടിയിട്ട് വരും. അത് എവിടെയാണ് ഇത് സേവ് ചെയ്യേണ്ടതെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യണം. അല്ലെങ്കിൽ ഫയൽ നെയിം കൊടുക്കണേ. ഞാൻ ഫയൽ നെയിമായിട്ട് ടെക് ടിപ്സിന് കൊടുത്തിട്ടുണ്ട് ഫയൽ നെയിമായിട്ട്. ഇപ്പോൾ ഞാൻ സേവ് ചെയ്യാണ്. അപ്പോൾ അത് നമ്മുടെ ഫയൽ നെയിം അതിൻ്റെ ഉള്ളിലേക്കാണ് സേവ് ആവുക. അതുപോലെ ഇവിടെ വേറെ പറയുന്നുണ്ട് MKV OGG അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ MKVയിലാണ് ഇടാറുള്ളത്. അങ്ങനത്തെ സെറ്റിങ്സ് എല്ലാം നമുക്ക് മാറ്റാം. നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഹോട്ട് കീ എനേബിൾഡ് ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ കൺട്രോൾ ആറ് നിൽക്കുന്ന നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് കൺട്രോൾ ആറ് അല്ലെങ്കിൽ നമുക്ക് ഏത് ലെറ്ററാണ് വേണ്ടത് ആ ലെറ്റർ സെലക്ട് ചെയ്യാം, A to Z. ഞാനിപ്പോൾ ആറ് തന്നെയാണ് എടുക്കുന്നത്. നമുക്കിപ്പോൾ കൺട്രോൾ വേണമെങ്കിൽ ഷിഫ്റ്റ് വയ്ക്കാം, അതുപോലെ തന്നെ സൂപ്പർ കീയും വയ്ക്കാം. ഞാനിപ്പോൾ കൺട്രോൾ മാത്രം എടുക്കുന്നുള്ളൂ. ആണ് നമ്മുടെ ഇതിൽ സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ ഏരിയയിൽ മാത്രം. അപ്പോൾ ഞാൻ ആ സേവ് ചെയ്ത നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് വന്നിട്ടുണ്ടോ നോക്കാം. നമ്മുടെ റെക്കോർഡിംഗ് ഇപ്പോൾ നമുക്ക് നമ്മുടെ റെക്കോർഡിംഗ് വർക്കായെന്ന് മനസ്സിലായി. നമ്മുടെ അടുത്തൊരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറാണ്. ആ സോഫ്റ്റ്വെയറിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ഷോട്ട് എന്നാണ്. ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ അതിൽ സൗണ്ട് ആൻഡ് വീഡിയോ ഓപ്പൺ ഷോട്ട് സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഓപ്പൺ ഷോട്ടിൻ്റെ സ്ക്രീൻ. ഇത് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ രണ്ട് ടൈപ്പ് ഉണ്ടാവും. നിങ്ങൾ ആ വീഡിയോൻ്റെ ഫോൾഡർ എടുത്തിട്ട് വേറെ ഇങ്ങനെ ഇട്ടാൽ മതി. അത് നമ്മൾ ഫയൽ ഇമ്പോർട്ട് ഫയൽസിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫയൽ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് 2-3 പ്രാവശ്യം ഇടുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാം. ഞങ്ങളുടെ പെരുന്നാളിൻ്റെ 2-3 ഫോട്ടോസ് ഉണ്ട്, അതിൽ നമുക്ക് 2-3 ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 2-3 പെരുന്നാളിൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്യാണ്. ഞാനിപ്പോൾ ഇവിടെ 2-3 ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് പ്ലേ ചെയ്ത് നമുക്ക് കാണാം ഒന്നുമില്ല എന്നുള്ളൂ. നമ്മൾ സാധനങ്ങൾ ആഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ആഡ് ചെയ്യേണ്ടത് അതെടുത്ത് ഇവിടെ വയ്ക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ എടുത്ത് ഇവിടെ വയ്ക്കുക. നമുക്ക് എല്ലാം ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം. അല്ല നമ്മളിപ്പോൾ ഇതിനെല്ലാം നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഇടാൻ പോവാണ്. അല്ല കേട്ടോ, നമ്മളിത് പ്ലേ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ വെക്കാമെന്ന് നമുക്ക് കാണാം. നമുക്കിതിലൊരു പാട്ട് ആഡ് ചെയ്യണം. പാട്ട് ആഡ് ചെയ്യുന്നതിനായി ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് ഷോർട്ടിങ് ഉണ്ടെന്ന് വെച്ചാൽ ഇമേജസ് വീഡിയോ ഓഡിയോ. എനിക്കിപ്പോൾ ഓഡിയോനെ ആഡ് ചെയ്യണം. അങ്ങനെ ഞാൻ പാട്ടിന് ഇമ്പോർട്ട് ചെയ്യാൻ ഫയൽ ഇമ്പോർട്ട് ഫയൽസ് അതിനുള്ളിൽ ഞാൻ HTML അതിൽ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പാട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പാട്ട് ആഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ ആഡ് ചെയ്യാൻ പാടില്ല, അതിൻ്റെ അടിയിലത്തെ ലെയറിൽ വേണം ആഡ് ചെയ്യാൻ. പിന്നെ അതിൻ്റെ വിഷ്വൽ ഓഫ് ചെയ്യണം. നമുക്കത് പാട്ട് ആഡ് ആയി കിട്ടിയത് നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം.
അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സെറ്റായി കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാട്ടിൻ്റെ ബാക്കിയുള്ള ഭാഗം എങ്ങനെ കട്ട് ചെയ്യണം എന്ന് നോക്കാം. കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ വെച്ചു. അതിവിടെ കട്ട് ഓപ്ഷൻ വെച്ചിട്ട് ഇതാ ഇവിടെ വെച്ചിട്ട് ഒരു കട്ട്. നമുക്കിത് 2 പാട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണാം. നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ക്ലിപ്പ്. അപ്പോൾ അത് ഡിലീറ്റ് ആയി പോയി. നമുക്ക് നമ്മുടെ ആവശ്യമുള്ള ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഓരോ ഇതിനും ഓരോ ട്രാൻസിഷൻ കൊടുക്കാണ്. ട്രാൻസിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ട്രാൻസിഷനിൽ പോയി ഉള്ള ട്രാൻസിഷൻ എടുത്ത് ഇവിടെ ആഡ് ചെയ്യുക. നമുക്ക് ഇവിടെ ഒരു ട്രാൻസിഷൻ കിട്ടിയിട്ടുണ്ട്. നോക്കാം. നമുക്കിവിടെ നമ്മുടെ ട്രാൻസിഷനും സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇതിൽ കുറേ ട്രാൻസിഷൻസ് ഉണ്ട്. ബബിൾസ് എന്ന് പറയുന്ന ട്രാൻസിഷൻ അത് നമുക്ക് നോക്കാം. ബബിൾസ് ഓപ്പൺ ഷോട്ടിൽ നമുക്ക് കുറേ ട്രാൻസിഷൻ കിട്ടുന്നതാണ്. അതെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സമയമില്ല. നമുക്ക് ചിലതൊക്കെ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യണമെന്ന് നോക്കാം. എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫയൽ എടുക്കുക. ഫയലിൽ നമ്മൾ എക്സ്പോർട്ട് പ്രൊജക്റ്റ് കൊടുക്കുക. നമ്മൾ ഈ പ്രൊജക്റ്റിന് നല്ലൊരു പേര് കൊടുക്കണം. അത് ഞാൻ നല്ല പേരിട്ട് ടെക് ടിപ്സ് എന്ന് കൊടുക്കുകയാണ്. ഞാൻ ഈ ഫോൾഡർ അത് കൊടുക്കുക. എന്നിട്ട് അവിടെ ഞാൻ ടെക് ടിപ്സ് ബൈ ഏബിൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മളിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രൊഫൈലില്ലേ, പ്രൊഫൈലിൽ സെലക്ട് ചെയ്ത് ഓൾ ഫോർമാറ്റ്സ് കൊടുക്കുക. ടാർജറ്റ് OGG മാറ്റിയിട്ട് MP4 MPEG-4 എടുക്കുക. അതുപോലെ തന്നെ DVO DVD NTSC മാറ്റിയിട്ട് DVO DVD പാല് കൊടുക്കുക. അതുപോലെ തന്നെ ക്വാളിറ്റി ഹൈ കൊടുക്കുക. നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. ഇത് ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് ഭയങ്കര സ്പീഡിൽ എക്സ്പോർട്ട് ആവുന്നുണ്ട്. നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീഡിയോ ഇനി കാണാം. ആണെങ്കിൽ നമുക്ക് റെക്കോർഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ ഏരിയയിൽ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ശരി, ബൈ ബൈ.